ഹലോ ട്രേഡേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നിഫ്റ്റി കണ്ടിന്യൂ ഒരു റണ്ണാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചെറിയ ട്രേഡുകളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ ടാർഗറ്റ് എന്നല്ല, ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ കാണുന്ന പോലെ നിഫ്റ്റി ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. പക്ഷെ അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റും ഉണ്ട്, ഇല്ല എന്നൊന്നുമില്ല, മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് പി സൈഡിക്ക് ആകെ ഒരു എൻട്രി വന്നിട്ടുള്ളൂ, അത് ബാങ്ക് നിഫ്റ്റിയിലാണ്. 55,800 പി ആണ് വന്ന ട്രേഡ്, അത് 1:2 ആണ്. പക്ഷേ ഈ ടൈമിൽ നിഫ്റ്റിയിലും സെൻസസിലും നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ട്രേഡ് നമുക്ക് കിട്ടി 1:2 ആയിട്ടും നിഫ്റ്റിയിൽ ഇതേ ലെവലിൽ തന്നെയാണ് നിഫ്റ്റിയിലും സെൻസസിനും എൻട്രി വരേണ്ടത്. അതായത് ആ ഒരു ലെവൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. അപ്പോൾ ആ ഒരു ലെവൽസാണ് അവിടെയും എൻട്രി വരേണ്ടത്. പക്ഷേ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ ഒരു പി സെൻറ്റിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രേഡ് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് സി സെൻറ്റിമെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി സിയിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റി വൈകിട്ടൊക്കെ ആയപ്പോഴാണ് സിയിലേക്ക് വരുന്നത്. അതുവരെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ഇത് നിഫ്റ്റിയാണ്. 25,000 സി, 25,000 സി 3 ട്രേഡ് വന്നിട്ടുണ്ട്. ഈ 3 ട്രേഡിലും ഒരു കോസ്റ്റ് ആണ്. ഫസ്റ്റ് ട്രേഡ് ഒരു 1:1 ആണ്. മേ ബി അത് കിട്ടാണ്ടിരിക്കാം. പെട്ടെന്ന് വന്നു പോയിട്ടുള്ള 1:1 ആണ്. അപ്പോൾ എല്ലാവരും കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. കോസ്റ്റ് നമുക്ക് പറയാം ഈസി ആയിട്ട്, മനസ്സിലായില്ലേ? അത് കോസ്റ്റ് എന്ന് പറയാം. രണ്ടാമത്തെ ട്രേഡ് റീ എൻട്രി ആണ്. അതെല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ 30 പോയിൻ്റ് അല്ല, കണ്ടിന്യൂസ്ലി വെയിറ്റ് ചെയ്യണവർക്ക് 20 പോയിൻ്റ് ഈസി ആയിട്ട് വന്നിട്ടുണ്ടാവും. 20 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതെല്ലാവരും കണ്ട എൻട്രി ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ എൻട്രി ഇവിടെ വന്നേക്കണത് ആ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2:30 ടൈമിലൊക്കെയാണ് വന്നേക്കണത്. പക്ഷെ അത് കോസ്റ്റ് ആണ്. വേണമെങ്കിൽ 1 രൂപ 2 രൂപയൊക്കെ എസ് എല്ലിൽ പോകാനും ഉണ്ട്. 10 പോയിൻ്റാണ് എസ് എല്ല്. പക്ഷേ 1 രൂപ 2 രൂപ എസ് എല്ല് വരാൻ ചാൻസുകളുണ്ട് അവിടെ. അപ്പം അങ്ങനെയാണ് 3 എൻട്രി വന്നേക്കണത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് സെൻസസിലാണ് 81,700 സി. 81,700 സിയിൽ നമുക്ക് രാവിലെ തൊട്ട് ഒരു എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ എൻട്രി ഉണ്ട്, മൂന്നാമത്തെ എൻട്രി ഉണ്ട്. അല്ലാതെ ആക്ടിവേഷൻ തന്നെയാണ്. എല്ലാത്തിനും നമുക്ക് പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ രണ്ടാമത്തെ എൻട്രി ചിലപ്പോൾ കോസ്റ്റ് പോയവരുണ്ടാവാം. ക്യാൻഡിൽസ് 10 മിനിറ്റ് കൊണ്ട് അടിയിലാണ് നിൽക്കണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് കയറുമ്പോൾ ഒരു കോസ്റ്റ് ഹിറ്റായിട്ട് പിന്നെ ഈ പ്രോഫിറ്റ് കിട്ടാത്തവരുണ്ടാവാം. മൂന്നാമത്തെ ട്രേഡാണെങ്കിലും ഒരു കോസ്റ്റ് ആണ് മൂന്നാമത്തെ ട്രേഡ് വരുന്നത്. പിടിച്ചിരിക്കണതിൽ അർത്ഥമില്ല. നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, മൊമെൻ്റ് അല്ലെങ്കിൽ വിൽക്കുക, അത്രയോളം ചെയ്യാനുള്ളത്. പിന്നെ ബാങ്ക് നിഫ്റ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ 328 ലെവൽ രാവിലെ പറഞ്ഞതാണ്. അത് നമുക്ക് ആക്റ്റീവ് ആവണതെന്ന് പറഞ്ഞാൽ 2:30 കേട്ടോ. അപ്പോൾ ആ ലെവൽ ആക്ടിവേഷൻ നോക്കുന്നത് 2:30. അപ്പോൾ നമുക്ക് 2:30 എൻട്രി ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുക. നിഫ്റ്റി ഒരു സി സെൻറ്റിമെൻറ്റ്, സെൻസസ് ഒരു സി സെൻറ്റിമെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി പി ചെയ്യാൻ നിൽക്കണ്ടായിരുന്നു. ഞാനത് കറക്റ്റായിട്ട് വോയിസ് ഇട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി പി സെൻറ്റിമെൻ്റ് ആണ് കാണിച്ചുകൊണ്ട് കാണുന്നത്. നിഫ്റ്റി എത്ര മുകളിലേക്ക് പോയാലും ബാങ്ക് നിഫ്റ്റി കൊണ്ട് വന്നാലാണ് ഫുൾ പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വട്ടമാണ് ചാൻസ് വന്നത്. അത് കോസ്റ്റ് ആണ്. എസ് എൽ ഇപ്പോഴും പോയിട്ടില്ലേ. ഇനിയിപ്പോൾ എസ് എൽ ഇട്ടിരിക്കണമെങ്കിൽ എസ് എൽ ഇപ്പോഴും പോയിട്ടില്ലേ. പക്ഷേ അത് കോസ്റ്റ് ആണ് കൂട്ടേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ അത് കോസ്റ്റ് നിൽക്കുന്നത്, ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുക. പക്ഷേ അത് കോസ്റ്റ് ഇടുക, പിന്നെ കോസ്റ്റ് ഹിറ്റ് ഇറങ്ങുക, അത്രയുള്ള കാര്യം. അതാണ് ഞാൻ കോസ്റ്റ് പറയണം കേട്ടോ, വേറെ ഒന്നുണ്ട്. അപ്പോൾ ഇത്രയും രൂപ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ ഒന്നും കൊടുത്തിട്ടില്ലേ. ക്രൂഡ് ഓയിൽ നോക്കാൻ സമയം കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ട്രേഡിങ് വെച്ച് നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ളൊരു സ്ഥലമല്ല. നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കണം എന്നൊരു വാശി പിടിക്കാൻ പറ്റില്ല. വാശിയുടെ ആവശ്യങ്ങളില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാ ദിവസവും ഇറങ്ങുന്നത് ഒരു ബിസിനസ്സിനാണ്. ഇതിന് വേണ്ടിയിരിക്കുന്ന ആൾക്കാരെ കാര്യം പറയണത് കേട്ടോ. കുറേ ആൾക്കാർ ഇത് ജോലിയുടെ ഇടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കേണ്ട ഇടയിൽ ട്രേഡ് ചെയ്ത് നോക്കാം എന്ന് വെച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരിനോട് വെച്ചേക്ക്. അവരുടെ കാര്യമല്ല പറയണത്, ഇതുമ്മ വേണ്ടി മെനക്കെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറയണത്. അങ്ങനത്തെ ആൾക്കാർ ഇതൊരു ബിസിനസ് രീതിയിലാണ് ചെയ്യണത്. ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് ഇത് ലാഭനഷ്ട കാര്യങ്ങളൊക്കെയും കറക്റ്റ് ആവുള്ളൂ. എല്ലാ ദിവസവും പ്രോഫിറ്റ് എടുക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും നഷ്ടം എടുക്കുക എന്നുള്ളതല്ല ഒരു ട്രേഡറിനെ സംബന്ധിച്ച് വേണ്ടത്. എല്ലാ ദിവസവും മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. നമുക്ക് ചാർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടണം. ചാർട്ട് എന്താണ് പറയണമെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളത് അറിവ്. അല്ലാണ്ട് പ്രോഫിറ്റ് എടുക്കൽ അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യലൊന്നും അവിടുത്തെ കഴിവ്, മനസ്സിലായില്ലേ? ഒരാൾ ഇപ്പോൾ ബേസിക്കലി കോമൺലി കാണുന്ന ഒരു സാധനമാണ് 10,000 വെച്ച് 10 ലക്ഷം ഉണ്ടാക്കണം. അപ്പോൾ 10,000 വെച്ച് 10 ലക്ഷം ഉണ്ടാക്കിക്കോട്ടെ, അത് ആളുടെ മെടുക്ക്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മെടുക്ക്. ബേസിക്കലി ആ മാർക്കറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമല്ലോ. നിങ്ങൾ ഏത് ജോലി ചെയ്താലും ആ ജോലിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോയി അവിടെ നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അത് തന്നെയാണ് ഇവിടെയും. ടെർമിനേഷൻ ആവാതെ നോക്കുക എന്നുള്ളതാണ് ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരാൾ ചെയ്യേണ്ടത്.
അത് തന്നെ ഇവിടെയും ചെയ്യണം. ഈ ജോലിക്ക് കയറുന്ന സമയത്ത് ടെർമിനേഷൻ ആവാണ്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം ജോലി എന്താണെന്ന് പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? ജോലി എന്താണ് നിങ്ങൾ ചെയ്യണത്, അതാണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം. അത് 100% ഒരു 90% ആൾക്കാർക്ക് അറിയില്ല ട്രേഡിങ്ങിൽ എന്താ ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ ആയി വരട്ടെ, ആയി വരുമ്പോൾ ശരിയായിക്കോളും. ഇത്രയുള്ള കാര്യം. പിന്നത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പ് റൺ ചെയ്യണം, കോഴ്സ് നടത്തണം. അപ്പോൾ എൻ്റെ ഒരു കഴിവ് മാത്രമാണ് അത് ബേസിക്കലി പറയാമെന്നുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എത്തിറങ്ങി ഒരു ടൈമുണ്ട് ഇതിന്, വലിയൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ലെവലിലേക്ക് എത്തുന്നത്. അതായത് ഞാൻ 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം എൻ്റെ പിന്നാലെ ഇരുന്നൊന്നല്ല. നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇടുന്നത്. മനസ്സിലായില്ലേ? ഇതിനും കൂടി വേണ്ടിയിട്ടാണ് എഫേർട്ട് ഇടുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഇതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്കത് തോന്നില്ലേ? മനസ്സിലായി? നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ, അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നും. അങ്ങനത്തെ ഒരു തോന്നലെത്തുന്നിടത്താണ് സക്സസ് ചെയ്യണത് കേട്ടോ. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാലാണ് അവിടെ സക്സസ് വരുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് സബ്സ്ക്രൈബിലേക്ക് ഷെയറിങ് സ്ഥലമെന്ന് വളരെ ചെയ്യുക. അതൊന്ന് കാണാം. ഓക്കെ, ബൈ.